2,000 years ago, our Lord Jesus Christ entrusted his apostles to spread the good news to the ends of the earth. Later, around AD 52, his apostle Saint Thomas came to Kerala, a small southern state of India, to preach the gospel. Though the Christian community in India is below 2.3% of the total population, Christian leaders have started numerous retreat centers, charity organizations, and missionary works. Today, God is using his followers mightily to do his works of love and mercy in Kerala. One such person is Mr. P.U. Thomas. He is a man with an extraordinary mission of serving people. He is the founder and managing director of Navajeevan Trust, which is a rehabilitation center situated in Kudamalur in Kottayam district of Kerala. It is a home for people with physical and mental disabilities. ശുശ്രൂഷ രണ്ട് ശുശ്രൂഷയാണ്. ഒന്ന് ചോറ് കൊടുക്കാനായിട്ട് തുടങ്ങിയത് ഞാൻ 16-ാമത്തെ വയസ്സ് രോഗിയായി മെഡിക്കൽ കോളേജിൽ ചെന്ന് കിടന്നപ്പോൾ ഒരാൾ വിശന്നിട്ട് കരയുന്ന കണ്ടു. അപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചോറ് കൊടുത്തു. അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടായി. പക്ഷേ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതലേ വിശന്നിരിക്കുന്ന കൂട്ടുകാർക്ക് എൻ്റെ ചോറ് പങ്കുവെച്ച് കൊടുത്ത് രോഗിയായി വിശന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ വന്നതാണ്. അങ്ങനെ ഉണ്ടായ പ്രചോദനം. പിന്നെ മാനസിക രോഗികളെ നോക്കാനുള്ള പ്രചോദനം മെഡിക്കൽ കോളേജിൻ്റെ വേസ്റ്റ് കുഴിയിലെ വേസ്റ്റ് വാരി തിന്നുകൊണ്ട് കിടക്കുന്ന സാധുവായ ഗർഭിണി സ്ത്രീയെ കണ്ടു. അവരെ കുഴിയിൽ നിന്ന് കരയ്ക്ക് കയറ്റി ലേഡീസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെൺമക്കൾ കുളിപ്പിച്ച് വൃത്തിയാക്കി തന്നു. അവരെ വഴിയേരിയിരുത്തി 4 മാസക്കാലം നോക്കി. പ്രസവത്തിൻ്റെ സമയമായപ്പോൾ പ്രസവമുറിയിൽ എത്തിച്ചു. അവർ പ്രസവിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയിച്ച് വന്നപ്പോൾ കൊച്ചിനെ ആരാണ്ട് എടുത്തുകൊണ്ട് പോയി. ഇവർക്ക് സൈക്കാട്രിയായി. ഇവരിറങ്ങിപ്പോയി. പിന്നെ 5-ാമത്തെ ദിവസം ഒരു ഓടെ കിടക്കുന്നുണ്ട്. ഓടേനടുത്ത് ലേഡീസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിസിന് പഠിക്കുന്ന പെൺപിള്ളേർ വൃത്തിയാക്കി തന്നു. പിന്നെ അവരെ മെഡിക്കൽ കോളേജ് സൈക്കാട്രി വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് 65 ദിവസം കൊണ്ട് അവർ സുഖമായപ്പോൾ അവർ കാലെ പിടിച്ച് കരഞ്ഞു. ഇറക്കി വിടരുതെന്നും പറഞ്ഞു. അവർ അന്യസംസ്ഥാനക്കാരിയാണ്. പിന്നെ അവരെ തിരുവനന്തപുരത്തുള്ള മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോരാൻ നേരത്ത് കാലെ പിടിച്ച് കരഞ്ഞ് എന്നെ ഇട്ടേച്ച് പോകരുതെന്നും പറഞ്ഞു. അന്ന് തുടങ്ങിയ ആഗ്രഹമാണ് ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാൻ. 250 people reside in Navajeevan Rehabilitation Center. Out of this, about 200 are mentally disabled. Mr. P.U. Thomas is popularly called as Thomas Chetan by loved ones there. Chetan means elder brother in Malayalam, the local language of Kerala. 25-40 പറയുന്ന ഈ ചെറിയവൻ ഒരുവന് ചെയ്യുമ്പോൾ എനിക്ക് തന്നെയെന്ന് പറയുന്നു. ഞാൻ വിശന്നിരുന്നപ്പോൾ എനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് വസ്ത്രമില്ലാഞ്ഞപ്പോൾ വസ്ത്രം തന്നു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ എന്നെ സന്ദർശിച്ചു. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് ഈ പ്രോഗ്രാം നടക്കുമ്പോൾ തന്നെ നാളെ കാരാഗ്രഹത്തിൽ കൊണ്ടു കൊടുക്കുക. ജയിലിൽ ബിരിയാണി കൊടുക്കുന്നുണ്ട്, വസ്ത്രം കൊടുക്കുന്നുണ്ട് നാളെ തന്നെ. അപ്പോൾ ഇത് വചനത്തിൽ പറഞ്ഞ എല്ലാം ചെയ്തുകൊണ്ടായിരിക്കുന്നത്. കാരണം ചെയ്യാൻ എനിക്ക് അതിന് എൻ്റെ കർത്താവ് എനിക്ക് വലിയ അനുഗ്രഹമാണ് തന്നിരിക്കുന്നത്. എപ്പോഴും പ്രാർത്ഥനയായിരുന്നു എൻ്റെ ശക്തി. കാരണം ഞാൻ ഇവർക്ക് ചോറ് കൊടുക്കാൻ നേരത്തെ അരിയില്ലാഞ്ഞപ്പം വെള്ളം തീയെ വെച്ചിട്ട് ചുമ്മാ തീ കത്തിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട്. ആ സമയത്ത് അരി കൊണ്ടെത്തുന്നു, വാഴക്കട തരുന്നു, വെജിറ്റബിൾ തരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം വരുന്നതായിട്ടാണ് കണ്ടത്. ചെയ്യുന്ന കാര്യം മടുപ്പ് തോന്നാറേ ഇല്ല. ഞാനിപ്പം ഒരു ദിവസം 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ ദൈവം ഇടയാക്കുന്നു. മരിച്ചു പോകുന്നുള്ള പിള്ളേരെ പഠിപ്പിക്കുന്നു, കല്യാണം കഴിപ്പിച്ചു വിടുന്നു, വീട് വെച്ച് കൊടുക്കുന്നു. നിരവധിയായ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കടം മേടിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും അറിയാൻ മേലാത്തവർ ആ കടം വീട്ടാൻ എന്നെ സഹായിക്കുന്നുണ്ട്. കൂടുതൽ ചെയ്യും തോറും കൂടുതൽ പ്രചോദനമാണ് എനിക്ക് വരുന്നത്. കൂടുതൽ സഹായികളാണ് വരുന്നത്, കൂടുതൽ അനുഗ്രഹങ്ങളാണ് വരുന്നത്, കൂടുതൽ അനുഭവങ്ങളാണ്. അതുകൊണ്ട് ചെയ്യുന്നത് പോരാന്നുള്ള ചിന്തയാണ്. Many volunteers are involved in preparing and serving food in the center and hospitals. Navajeevan Trust celebrates its 30th anniversary in the year 2019. നമ്മളെപ്പോഴും ഈശോയുടെ സ്വഭാവം സ്വീകരിച്ചാൽ ജീവിക്കാൻ ഒരു വിഷമവുമില്ല, സഹായിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈശോയുടെ സ്വഭാവം എന്നാണ്? സഹിച്ചുകൊണ്ട് ക്ഷമിക്കുക, ക്ഷമിച്ചുകൊണ്ട് സഹിക്കുക, സഹായിച്ചുകൊണ്ട് സഹിക്കുക, സഹിച്ചുകൊണ്ട് സഹായിക്കുക. സഹിച്ചുകൊണ്ട് സ്നേഹിക്കുമ്പം പിന്നെ പ്രശ്നമില്ലല്ലോ അല്ലേ? സ്നേഹിച്ചുകൊണ്ട് അവനെ സഹിക്കുമ്പോഴും വിഷമമില്ലല്ലോ. വിഷമമുണ്ട്.
ഇതാണ് എനിക്ക് ലോകത്തിലുള്ള എല്ലാവരോടും പറയാനുള്ളത്. ഈശോ സഹിച്ചതിൻ്റെ ഒരു അംശം നമ്മളൊന്ന് സഹിച്ചാൽ മതി. ഈശോയുടെ സ്നേഹത്തിൻ്റെ ഒരു അംശം നമ്മളൊന്ന് സ്നേഹിച്ചാൽ മതി. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാൻ ഈശോ ഈശോ സഹിച്ചോണ്ടാണ് പറഞ്ഞു, അല്ലേ? പടയാളികളോട് നേരെ നോക്കിക്കൊണ്ട് വല്ല വിരോധം പറഞ്ഞോ? ആരുടെ ഒരു എതിരായിട്ടൊരു വാക്ക് പറഞ്ഞോ ഈശോ? പറഞ്ഞില്ലല്ലോ. ഈ സ്വഭാവത്തിൻ്റെ ഒരു അംശം നമ്മൾ സ്വീകരിച്ചാൽ മതി. എതിര് പറയാതെ ജീവിച്ചാൽ മതി. എന്നാ വന്നാലും നമ്മൾ ഈശോയുടെ സ്നേഹത്തെ പ്രതി എല്ലാം സഹിച്ചാൽ മതി.